എൻ്റെ പ്രിയപ്പെട്ട മാന്യ വോട്ടർമാരെ, ഞാൻ SP അമീർ അലി, SDP പട്ടാമ്പി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി. ഞാനിവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് ശേഷം ധാരാളം വോട്ടർമാരെ നേരിട്ട് കണ്ടതിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ, ഞാൻ മറുപടി പറയേണ്ട ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, SP അമീർ അലി എന്ന താങ്കൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും SDP സ്ഥാനാർത്ഥിയായി പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നുവല്ലോ. കഴിഞ്ഞ 5 വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം. ഞാൻ ഈ ചോദ്യത്തെ ഒരിക്കൽ ഒരു വോട്ടറോട് ഈ ചോദ്യത്തെ അഭിമുഖീകരിച്ച സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 3 വർഷക്കാലമായി വിയ്യൂർ അതീവ സുരക്ഷാ ജയിലായിരുന്നു. ഈ ചോദ്യം കേട്ടപ്പോൾ ആ സഹോദരൻ എന്നോടൊരു പരിഹാസ്യ രീതിയിൽ ചിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിച്ചു, ഞാൻ എന്തുകൊണ്ടാണ് ജയിലിൽ പോകേണ്ടി വന്നത്. അത് ഏതെങ്കിലും ആളുകളുടെ സ്വത്ത് അപഹരിച്ചതുകൊണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണ പ്രവർത്തനം നടത്തിയതുകൊണ്ടോ, ക്രിമിനൽ പ്രവർത്തനം നടത്തിയതുകൊണ്ടോ അല്ല. ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ BJP അല്ലാത്ത സകല ആളുകളും ഇന്ത്യയുടെ ഭരണഘടനയുടെ ശത്രു, മതേതരത്വത്തിൻ്റെ ശത്രു, ബഹുസ്വരതയുടെ ശത്രു, രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ തന്നെ തച്ചുടച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെതിരെ ജനകീയ പ്രചാരണം നടത്തി എന്നതിൻ്റെ പേരിലാണ് എന്നെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ, ജില്ലാ പോലീസ് മേധാവി, അതുപോലെ ജനപ്രതിനിധികൾ തുടങ്ങിയ എല്ലാവരോടും SDP നേതൃത്വം എന്ന നിലയ്ക്ക് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ കണ്ട് സംസാരിച്ചു. അങ്ങനെ സംഘപരിവാറിനെതിരെ ജനകീയ പ്രചാരണം നടത്തി, ജനകീയ സംഘാടനം നടത്തി എന്നതുകൊണ്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം. രണ്ടാമത്തെ ചോദ്യം, SDP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? നിങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയം എന്താണ്? അത് പറയുവാനുള്ളത്, ഇന്ത്യയിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയും അവർക്കൊരു പ്രഖ്യാപിത ലക്ഷ്യമില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. ഇന്ത്യ വലിയ അപകടം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായ പ്രഖ്യാപിത ലക്ഷ്യമുള്ള പോസിറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള ആശയവുമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലക്ക്, എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടത്തെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്ന ഒരു വിഭാഗം അധികാരത്തിൽ വരണം. ഇന്ത്യയിൽ മർദ്ദിത ജനവിഭാഗങ്ങൾ, മുസ്ലിങ്ങൾ, ദലിതർ, മറ്റു ന്യൂനപക്ഷങ്ങൾ, പിന്നാക്ക ജനവിഭാഗങ്ങൾ, അവരുടെ വിഷയങ്ങൾ നിയമനിർമ്മാണ സഭകളിൽ ഉച്ചത്തിൽ പറയുകയും അവരുടെ അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന മറ്റു താല്പര്യങ്ങളില്ലാത്ത ഒരു രാഷ്ട്രീയ ആശയമാണ്, പോസിറ്റീവ് പൊളിറ്റിക്സാണ് SDP മുന്നോട്ട് വെക്കുന്നത്. ആ രാഷ്ട്രീയത്തിന് നിങ്ങൾ പിന്തുണ നൽകണമെന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ഉത്തരം. മൂന്നാമത്തെ ഒരു ചോദ്യം പലരും ഉന്നയിക്കുന്നത്, SDP വിജയിക്കുമോ എന്നാണ്. SDP വിജയം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ നൽകുന്ന, എൻ്റെ വോട്ടർമാർ നൽകുന്ന പിന്തുണയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ SDP നിങ്ങൾ ചെയ്യുന്ന ഒരു വോട്ട്, നിങ്ങൾ വളരെ വിലമതിക്കുന്ന, നിങ്ങളുടെ ഭരണഘടനാ അവകാശമായ, നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും കൂടിയായിട്ടുള്ള, ജനാധിപത്യ ഉത്തരവാദിത്വം കൂടിയായിട്ടുള്ള ആ ഒരു വോട്ട് ഇത്രയും കാലം നമ്മൾ ഇടതനും വലതനും BJPക്കും ഒക്കെ നൽകി നമ്മൾ പാഴായിപ്പോയി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, ഇന്ത്യ നേരിടുന്ന അപകടത്തെ നേരിടാൻ ത്രാണിയില്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ആ മുന്നണികളുടെ പരാജയത്തെ നിങ്ങൾ മനസ്സിലാക്കി ഒരു പുതിയ തീരുമാനം, ബദൽ രാഷ്ട്രീയത്തിന്, ബദൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു വോട്ട് പോലും SDP മുന്നോട്ട് വെക്കുന്ന ഈ പോസിറ്റീവ് പൊളിറ്റിക്സിന്, ഈ രാജ്യത്തെ സംഘപരിവാർ ഭീകരതയ്ക്കെതിരെയുള്ള ജനകീയ സംഘാടനത്തിന് നൽകുന്ന പിന്തുണയാണ് എന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തിയായി നിങ്ങളുടെ ഒരു വോട്ട് മാറും. അതുകൊണ്ട് SDP നിങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്. ജയിക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ എളുപ്പമാണ്, ഇനി ജയിക്കേണ്ടവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ധാരാളം വോട്ടർമാർ ഈ പട്ടാമ്പി മണ്ഡലത്തിൽ എന്നെ നേരിൽ കണ്ടും ഫോണിൽ വിളിച്ചുമൊക്കെ സംശയങ്ങൾ ചോദിച്ചിരുന്നു. അവർക്കുള്ള മറുപടി മാത്രമല്ല ഇത്,
എല്ലാ ആളുകളിലേക്കും 1,95,000 വോട്ടർമാരുള്ള പട്ടാമ്പി മണ്ഡലത്തിൽ എല്ലാവരിലേക്കും പോയി എല്ലാവരെയും കാണുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നതുകൊണ്ട് ഈ മറുപടി മാക്സിമം നിങ്ങൾക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങളുടെ വിലമതിക്കാനാവാത്ത നിങ്ങളുടെ വോട്ട്, നിങ്ങളുടെ സമ്മതിദാനാവകാശം SP അമീർ അലി എന്ന ഈ വിനീതന് കത്രിക അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് അപേക്ഷിക്കുന്നു.